ഹൈ ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം UGC നെറ്റിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന പോസ്റ്റിന് ഉള്ള യോഗ്യതകളിൽ നെറ്റ് അനിവാര്യമാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ച ഒരു അപ്ഡേറ്റ്. ചർച്ചകൾ മാത്രമല്ല, ഒരുപാട് കാൻഡിഡേറ്റ്സിന് പലതരത്തിലുള്ള സംശയങ്ങളും കൊടുത്ത ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, PG കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന് ഡയറക്റ്റ് ആയിട്ട് കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആ ഡ്രാഫ്റ്റ്, ഒരു കരട് വിജ്ഞാപനമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഡ്രാഫ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ UGCയുടെ സൈറ്റിൽ ആ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതിലൊരു ഡ്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടി നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി മിഡ് വരേക്കും നമുക്കത് കൊടുക്കാനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. സോ നമ്മുടെ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. അപ്പം നമ്മൾ പറഞ്ഞു, ഒരുപാട് സംശയങ്ങൾക്ക് വഴിവെച്ച ഒരു കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് എന്താണ് അതിൽ ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പിന്നിലുള്ള ഒരു വാസ്തവം എന്താണ് എന്നുള്ളത് പലർക്കും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ എല്ലാവർക്കും PG കഴിഞ്ഞ ഏതൊരാൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡ്രാഫ്റ്റിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതാണ് പറയുന്നത്. 3 ക്വാളിഫിക്കേഷൻസ്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് UG ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 75% മാർക്സ് ഓർ എ PG ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ആൻഡ് എ PhD എന്നാണ് പറയുന്നത്. സോ അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ പറയുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള കാൻഡിഡേറ്റ്സിന് പോകുന്നുള്ളതാണ് ആദ്യത്തെ കേസിൽ പറയുന്നത്. അതായത് NCRF ലെവൽ 6 UG ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഇതുള്ള ആൾക്കാര് 75% മാർക്സ് നിർബന്ധമാണ്. ഈ പറയുന്ന UGക്ക് 75% മാർക്കുള്ള NCRF ലെവൽ 6 ഒരു UG ഉള്ളതോ അതിന്റെ കൂടെ മിനിമം 55% മാർക്സ് ഉള്ള ഒരു കാൻഡിഡേറ്റ്, PGക്ക് മിനിമം 55% മാർക്ക് ഉള്ള ഒരു കാൻഡിഡേറ്റും, അതുപോലെ തന്നെ PhD ഡിഗ്രി NCRF ലെവൽ 8 ഒരു PhD ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഇതും കൂടി ഉള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് പോകുന്നത്. രണ്ടാമത്തത് പറയുന്നത് PG ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഇൻ ദ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ദ UGC. ഇപ്പൊ ഇവിടെ പറയുന്നത്, അവിടെയും വ്യക്തമായി പറയുന്നുണ്ട്, നമുക്ക് ഈ പറയുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഇല്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് അർത്ഥമാക്കുന്നത് നെറ്റ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരാൾക്ക് PhD നിർബന്ധമാണ് എന്നുള്ള മീനിങ്ങിലാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത്. അതായത് PG കഴിഞ്ഞിട്ട് നെറ്റ് ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ PhD ഉള്ള, അതേസമയം PhD ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ക്യാൻ അപ്ലൈ. ഓക്കെ, അപ്പോൾ നെറ്റ് എടുത്തു കളഞ്ഞു എന്നല്ല അതിനർത്ഥം. നെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് നിർബന്ധമായും PhD എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, മൂന്നാമത്തത് വരുന്നത് PG ഡിഗ്രി ഓഫ് NCRF ലെവൽ 7 വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കേസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് സൈഡ് പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അതായത് MTechോ അല്ലെങ്കിൽ ME എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ഓൾറെഡി അവർ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അവിടെ ഈ പറയുന്ന നെറ്റ് എന്ന് പറയുന്നത് വേണ്ട, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ME MTechോ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് കൂടുതലായിട്ടും ഈ ഒരു നിയമം ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ബെനിഫിഷ്യറി ആകുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ME MTechുകാരാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. നിർബന്ധമായും PhD എന്ന് പറയുന്ന ഒരു അതിലോട്ട് നമുക്ക് ആ ഒരു സ്ട്രീമിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസർ, അതായത് നെറ്റ് പൂർണ്ണമായും ഒഴിവാക്കി എന്നല്ല പറയുന്നത്, നെറ്റ് ഇല്ലാത്ത പക്ഷം നിർബന്ധമായും PhD വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് UGC നെറ്റിന്റെ പരീക്ഷയ്ക്കായിട്ട് ഏണസ്റ്റ് അക്കാഡമി കോച്ചിങ് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ അതിനകത്ത് നമുക്ക് ഈ വരുന്ന, അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ജനുവരിയിലെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജൂൺ മുതലുള്ള UGC നെറ്റിന്റെ പരീക്ഷയ്ക്ക് ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫറും കൂടി ഏണസ്റ്റ് അക്കാഡമി തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കൽ അവിടെ ജോയിൻ ചെയ്താൽ 4 ടൈംസ് നിങ്ങൾക്ക് നെറ്റ് അപ്പിയർ ചെയ്യുന്നത് വരെയും, അതായത് 2 വർഷത്തേക്കുള്ള ഒരു കോംബോ ഓഫറാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്, ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഏത് സമയത്തും ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് മെന്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നതും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ജൂൺ 2025 വരുന്ന നെറ്റ് എക്സാമിന് തീർച്ചയായും നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ലെവലിലോട്ട് പ്രിപ്പറേഷൻ കൊണ്ടെത്തിക്കാനും അതുപോലെ തന്നെ എക്സാം വളരെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച്.